നമുക്ക് ആദർശിന്റെ നയനയുടെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന നവ്യ ആലോചിക്കുകയാണ്. നവ്യക്ക് മനസ്സിലായി അബിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അബിയുടെ മനസ്സ് വല്ലാത്തൊരു ടെൻഷനുണ്ട്. ഒരു പക്ഷേ മാളവിക സത്യങ്ങളൊക്കെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തന്റെ കാര്യം തീർന്നു. ആ ഒരു ഭയവും കാര്യങ്ങളൊക്കെ അബിയുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നീടാണ് അബിയെ നാഗേന്ദ്രൻ വിളിപ്പിക്കുന്നത്. നാഗേന്ദ്രൻ വിളിപ്പിച്ചിട്ട് അബിയെ ചീത്തയോട് ചീത്തയായിരുന്നു. എടാ, നിനക്ക് ഇത്രയെങ്കിലും നാണമുണ്ടോ? നീ എന്ത് കാണിക്കാനടാ? ആ മാളവിക എന്ന് പറയുന്ന പെണ്ണിനെ നീ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചോണ്ട് പോയെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ അച്ഛ പറഞ്ഞു തീരുന്നതിന് ഒരു ഒറ്റ അടിയായിരുന്നു അവന്റെ കണ്ണം തീർത്ത്. എടാ, ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല. നിന്റെ അമ്മയെ ഞാൻ വിവാഹം കഴിച്ചു. പക്ഷേങ്കില് അതല്ലാതെ ഞാൻ വേറൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഇപ്പൊ നീ അങ്ങനെയല്ല. നിനക്ക് ചന്തു എന്ന് പറയുന്നൊരു മോളുണ്ട്, ഹനക എന്ന് പറയുന്ന ആ പെൺകുട്ടിയില്. അത് കൂടാതെ നിനക്ക് നവ്യയിലൊരു കുട്ടിയുണ്ട്. ഇനി നീ എന്തിനാടാ മാളവികയുടെ പിന്നാലെ പോന്നേ? നിന്നോട് പല വട്ടം ഞാൻ താക്കീത് തന്നല്ലേ. നിനക്ക് ഇപ്പോഴും ഓരോ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കേറത്തില്ലായിരുന്നല്ലേന്ന് ചോദിച്ചു. അച്ഛാ, അതിന് ഞാൻ എന്താ മിണ്ടരുത് നീയ? ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്പനിയിൽ ഒരു ശത്രു കടന്നു കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം. എന്നിട്ടോ നീ അത് മനസ്സിലാക്കിയോ? തിരിച്ചറിഞ്ഞോ? ഇല്ലല്ലോ. എന്നിട്ട് അവൻ വലിയ വർത്താനം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. അത് കേട്ടപ്പം അഭിയോച്ചു, അല്ലച്ച മാളവിക അവന്റെ എടാ, അവളായിരുന്നു കമ്പനിയുടെ ശത്രു. അത് നിനക്കറിയാതെ പോയതാ. അവളും ആദർശമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ആദർശാണ് അവളെ എങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞു, പെൺവിഷയത്തില് നീ ഇത്തിരി വീക്കാന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. അതോടെ കേട്ട് കഴിഞ്ഞപ്പത്തിന് അബിയുടെ ഉള്ള കൺട്രോൾ പോയി. അബിക്ക് മനസ്സിലായി ഇനി തന്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കില്ല. ഒരു പക്ഷെ മാളവിക ആദർശനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, താൻ അവളെ കയറി പിടിക്കാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ എങ്ങാനും നവ്യ അറിഞ്ഞിട്ടുണ്ടെ തീർന്നു. അതൊക്കെ ഓർത്ത് വല്ലാത്തൊരു ഭയമായിരുന്നു. അപ്പോഴേക്കും നാഗേന്ദ്രൻ പറഞ്ഞു, ഇതുകൊണ്ടൊക്കെയാടാ നിന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നേ. ഇപ്പോഴും നീ ഒന്നും പഠിച്ചിട്ടില്ല. നിന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവന്തിക അങ്ങോട്ടേക്ക് വരുന്നത്. അവന്തിക അറിഞ്ഞ കാര്യങ്ങളൊക്കെ അവന്തിക നാഗേന്ദ്രനോട് പറഞ്ഞു, അച്ഛാ, ബിസിനസ്സും കാര്യങ്ങളൊന്നും കൊണ്ടു നടക്കാനായിട്ട് ഇപ്പോഴും പ്രാപ്തനായിട്ടില്ല അഭിയേട്ടൻ. അല്ലെങ്കിലും അഭിയേട്ടനെ കൊണ്ട് അത് സാധിക്കുമെന്ന് തോന്നില്ല. നാഗേന്ദ്രൻ പറഞ്ഞു, അതെനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് മോളെ. അതുകൊണ്ട് ഇവന്റെ കൈകളിൽ ഈ കാര്യങ്ങളും സേഫാന്ന് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് എന്താണെങ്കിലും അധികാരം ഇവന്റെ കൈ കൊടുക്കാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അബിക്ക് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. നാഗേന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പോ ആ അനന്തമൂർത്തി അധികം വൈകാതെ കാര്യങ്ങളൊക്കെ അറിയും. ഞാൻ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യും. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വെറുതെ ഇരിക്കില്ല. അതിന്റെ ഭവിഷ്യത്ത് എത്ര വലുതായിരിക്കും നിനക്കറിയാലോ. ഇപ്പൊ തന്നെ ഏൻ ജ്വല്ലറി പിന്നിലേക്ക് പോയിരിക്കുക. മൂർത്തി ജ്വല്ലറി ഒന്നാമത് കയറിയിരിക്കുക. എല്ലാത്തിനും കാരണം നീ ഒറ്റ എടുത്തിനാ. നീ ഇല്ലായിരുന്നെങ്കിൽ നീ ആ കമ്പനിയിലേക്ക് വന്നതിന് ശേഷം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞ് നാഗേന്ദ്രൻ വായി വന്നെല്ലാം പറഞ്ഞു. അബിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയണ്ടായിരുന്നില്ല. അബിയുടെ മനസ്സിൽ ഇനിയിപ്പം നവ്യ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ തന്നെ ഇല്ലാതാക്കുന്നുള്ള കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഈ പറയുന്ന മാളവിക താനും തമ്മിലുള്ള ആ ഒരു ബന്ധം അതൊരിക്കലും നവ്യക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. താൻ അവളുടെ പിന്നാലെ നടന്നു അവളെ ശല്യപ്പെടുത്തി എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ വീണ്ടും ഒരു പെണ്ണിന്റെ പിന്നാലെ പോയെന്നറിഞ്ഞാൽ എങ്ങനെ സഹിക്കാൻ പറ്റും നവ്യക്ക്? ആ ചന്തുമോളുടെ വിഷയത്തിലാണെങ്കിലും അവൾ ഒരു പരുത്തി പറഞ്ഞൊന്ന് മയപ്പെടുത്തി വെച്ചേക്കുക. ഇതെങ്ങാനും ഇനിയിപ്പോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ, ദൈവമേ, അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അബിക്കാണെങ്കിൽ വല്ലാത്തൊരു പേടിയുണ്ടായിരുന്നു. ആ സമയത്ത് നവീന് അനാമികയും വേണുവിനെയും പോയി കാണുന്നുണ്ട്. അങ്ങനെ നവീൻ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഡിവോഴ്സ് വേണ്ടെന്നാ പറയണേ. അത് കേട്ടപ്പോ വേണു പറഞ്ഞു, അതെന്താ ഇപ്പൊ അങ്ങനെ? അതെ, അവന്തികയോട് അത്ര താല്പര്യമില്ലാന്ന് തോന്നേ. നന്ദു എന്ന് പറയുന്ന അവളെ വിവാഹം കഴിക്കാനാണെന്ന് തോന്നുന്ന താല്പര്യം. അതുകൊണ്ടാന്നാ തോന്നേ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവന്തിക ആയിട്ടുള്ള വിവാഹം, അതായത് എൻഗേജ്മെന്റ് നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ എത്രയും പെട്ടെന്ന് കിട്ടത്തുള്ളൂ. അത് കേട്ടപ്പോൾ വേണു പറഞ്ഞു, അല്ല അല്ല അത് പിന്നെ അതെ, ഈ പറയുന്ന എൻഗേജ്മെന്റ് നടന്നെങ്കിലോ എത്രയും പെട്ടെന്ന് അവർക്ക് കല്യാണം നടത്തണമെന്ന് തോന്നുള്ളൂ. അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനാ താല്പര്യം. അറിയാലോ, അവന്റെ മനസ്സിൽ ആ നന്ദു ആണെങ്കിൽ, നിങ്ങളല്ലേ പറഞ്ഞ നന്ദു എന്ന് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ നന്ദുവിനെ സ്വന്തമാക്കാനായിട്ടായിരിക്കും അവന്റെ പ്ലാന്. ഇത് കേട്ടതും അനാമിക പറഞ്ഞു, അല്ല അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. നടക്കാൻ പോകുന്നില്ല നമ്മൾ പറഞ്ഞല്ലേ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവന് ഡിവോഴ്സ് കൊടുക്കണം തന്നെ എൻ്റെ ആഗ്രഹം. ഇനിയിപ്പം നിങ്ങളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് ചിലപ്പം മൂർത്തി മുത്തശ്ശൻ വരുമായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഡിമാൻഡുകൾ വെക്കുവാണെങ്കിൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവന്തികയായിട്ടുള്ള വിവാഹം നടക്കണമെങ്കിൽ ഡിവോഴ്സ് നടക്കണമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനാമിക പറഞ്ഞു, എന്ത് വേണമെന്ന്
വക്കീല് പറഞ്ഞാൽ മാത്രം മതി, ഞങ്ങളെ അനുസരിക്കാന്ന് പറഞ്ഞു. വേണു പറഞ്ഞു ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മാത്രം മതി, പൈസ വേണം, പൈസ ഇല്ലാതെ ഒന്നും നടക്കില്ല വക്കീലെ. നവീൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരോട് സംസാരിക്കാന്ന് പറഞ്ഞു. പിന്നെ അറിയാലോ, അനിയാണ് ഒട്ടും അടുക്കുന്നില്ല. അനിക്കാണെങ്കിൽ പൈസ തരണമെന്നോ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവന് പൈസ തരണമെന്നോ അല്ലെങ്കിൽ ഈ ഡിവോഴ്സ് ഇപ്പൊ വേണ്ടെന്ന് വെക്കുന്നല്ലോ, അവൻ അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. ഇങ്ങനെ മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് അപകടമാണെന്നുള്ള കാര്യം അറിയാലോ. വീണ്ടും പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും ശരി, ഞാൻ എന്താണെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും. എനിക്ക് എൻ്റെ മോൾക്ക് പൈസ കിട്ടിയേ മതിയാവുള്ളൂ പറഞ്ഞു. ഒരു കാര്യം നവീൻ ഉറപ്പായി, അത്ര പെട്ടെന്നൊന്നും നന്ദുവിനെ സ്വന്തമാക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. കാരണം ഡിവോഴ്സ് അവൾ അനാമിക കൊടുക്കണം. അത് മാത്രമല്ല, ഡിവോഴ്സ് അവന്തികമായിട്ടുള്ള കല്യാണം അത് നടക്കണമെങ്കിൽ അനാമിക ഡിവോഴ്സ് കൊടുത്തേ മതിയാവുള്ളൂ. അപ്പം എന്തേലും ഒരു കാര്യം മൂർത്തി മുത്തച്ഛൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം ഉണ്ടാകത്തില്ലെന്നറിയാം. അപ്പം അവന്തിക അനിയും തമ്മിലുള്ള വിവാഹം നടത്താനേ ശ്രമിക്കുള്ളൂ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാവും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഈ സമയത്ത് മുത്തശ്ശൻ ദേവേനെയും ജയനെയും എല്ലാവരും കൂടെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു അതെ, ഈ വരുന്ന 2 ദിവസം നാളെയും മറ്റന്നാളും ഈ വീട്ടിലൊരു പൂജയും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവേനെ ചോദിച്ചു എന്തിനാ വെച്ചാൽ പ്രത്യേകിച്ചൊരു പൂജ ഈ സമയത്ത്? അതെ, ഒരു സർവൈശ്വര്യ പൂജ നടത്തണം. പിന്നെ ഈ കുടുംബത്തിൽ ഇത്രയും നാൾ ഓരോ പ്രശ്നങ്ങളായിരുന്നല്ലോ, പ്രശ്നങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. പഴയതുപോലെ തന്നെ മൂർത്തി ജ്വല്ലറി അതിന്റെ പ്രതാപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇത് കേട്ടോണ്ട് വന്ന ജാനകി പറഞ്ഞു അതല്ല എൻ്റെ മോന്റെ ഐശ്വര്യം കൊണ്ടാ. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് പറഞ്ഞു. ദേവേന് പറഞ്ഞു അച്ഛൻ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, അത് ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളാന്ന് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട പൂജ നടക്കാൻ പോണേന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ജാനകി പറഞ്ഞു അല്ലെങ്കിലും എനിക്കറിയായിരുന്നു, ഇപ്പം അച്ഛനാണെങ്കിൽ അനിയോട് ഭയങ്കര താല്പര്യമുണ്ട്. അനി MD കസേര കയറിയതിന് ശേഷമല്ലേ ആ പ്രതാപമൊക്കെ തിരിച്ചു വരുന്നത്, അല്ലെങ്കിലും അവനിപ്പോൾ രാജയോഗം എന്നൊക്കെ പറയണ. ദേവേനെ കൂടുതലൊന്നും പറയാൻ പോയില്ല ജാനകിയോട്. പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, തലയിലേക്ക് കയറാനും പോകുന്നില്ലെന്നറിയാം. ഈ സമയത്ത് ആദർശിന്റെ അടുത്തേക്ക് നയന എന്നിട്ട് ആദർശനോട് പറഞ്ഞു ആദർശേട്ടാ അനിയുടെ കല്യാണമാണ് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ല നന്ദുവിനും മനസ്സ് നല്ല സങ്കടം ഉണ്ടെന്ന് തോന്നേ. ഇതിനെക്കുറിച്ച് നന്ദുവിനോട് സംസാരിക്കുമ്പോൾ അല്ല നന്ദുവിന് ഭയങ്കര വിഷമമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാ എനിക്ക് അറിയത്തില്ലാത്ത, എത്രയും പെട്ടെന്ന് നന്ദുവിന്റെ വിവാഹം ഒന്ന് നടന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ നടന്നാൽ മാത്രമേ അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ ഒരു സമാധാനം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം അവർക്ക് നല്ല ടെൻഷനുണ്ട് നന്ദുവിന്റെ കാര്യം ഓർത്തിട്ട്. ഇനിയിപ്പം അനിയും നന്ദുവും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വല്ല കൂടിക്കാഴ്ചകളും ഇതൊക്കെ നടത്തുന്നുണ്ടോ എന്ന് പോലും അവർക്ക് സംശയമുണ്ട്. ഇടയ്ക്ക് അമ്മ എന്നെ വിളിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു അതേക്കുറിച്ചൊന്നും ഓർത്തിപ്പോൾ ടെൻഷൻ അടിക്കണ്ട, എന്താണെങ്കിലും അവന്തികയായിട്ടുള്ള അവന്റെ എൻഗേജ്മെന്റ് നടത്താൻ പോകല്ലേ. അതേ ആദർശേട്ടാ, പക്ഷെ ഈ പറയുന്ന നാഗേന്ദ്രനും അവന്തികയും അവർ തമ്മിൽ എന്തെങ്കിലും അടുപ്പമുണ്ടായിരിക്കുമോ? നീ എന്താ ഉദ്ദേശിച്ചേ? അല്ല, അവന്തികയുടെ അച്ഛനാണല്ലോ നാഗേന്ദ്രന്, അപ്പൊ അവര് കാണുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടോ? അങ്ങനെ വരാൻ വഴിയില്ല. അവന്തികയുടെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റമുണ്ടെന്നല്ലേ പറഞ്ഞ്? അതെ, ആ വീട്ടിലുള്ള എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. നമുക്കത് അനുഭവപ്പെട്ട കാര്യമല്ലേ, അതുകൊണ്ട് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. എന്നാലും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടേ ആദർശേട്ടാന്ന് ചോദിച്ചു. ആദർശനും തോന്നി അത് ശരിയായിട്ടുള്ള കാര്യമാണ്, അവൾ പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്നൊക്കെ. ഈ സമയത്ത് നന്ദുവിനെ കാണാനായിട്ട് നവീൻ ചെല്ലുന്നുണ്ട്. നവീൻ ചെന്നിട്ട് നന്ദുവായിട്ട് സംസാരിക്കണം. അവന്തികയുടെ അനിയുടെ വിവാഹമല്ലേ, പക്ഷെ അവനിപ്പോ പറയുന്നേ അനാമിയായിട്ടുള്ള ഡിവോഴ്സ് അവന് വേണ്ടെന്ന. ഡിവോഴ്സ് വേണ്ടെന്നോ? നന്ദു ഒന്നും അറിയത്തില്ലാത്ത മട്ടില സംസാരിക്കുന്നത്. അതെ, നന്ദു അവനോടൊന്ന് സംസാരിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ അനാമികയായിട്ടുള്ള ഡിവോഴ്സ് നടത്തിയിട്ട് അവന്തികയായിട്ടുള്ള വിവാഹം അവൻ്റെ നടക്കട്ടെ. നന്ദുവിനൊന്ന് ഉപദേശിച്ചുകൂടെ? നന്ദുവിൻ്റെ ഫ്രണ്ടല്ലേ എന്നൊക്കെ ചോദിക്കണം. നന്ദുവിനാണെങ്കിൽ നവീനോട് എന്ത് പറയണമെന്നറിയില്ല. ഇനി നവീനോട് വല്ല സംശയം തോന്നുന്നു തൻ്റെ കാര്യത്തിൽ എന്നൊരു ചിന്തയായിരുന്നു നന്ദുവിൻ്റെ മനസ്സിൽ. ഒരിക്കലും നന്ദു ആഗ്രഹിക്കുന്നൊരു കാര്യമില്ല അവന്തികയുടെ അനിയുടെയും വിവാഹം. തൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ താൻ ഒരിക്കലെങ്കിലും ഒരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അനിയാന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നായിരുന്നു. അല്ലെങ്കിൽ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ആളാ നന്ദു. ആ സമയത്താണ് ഇങ്ങനെ വയ്യാവേലുകളൊക്കെ വന്ന് വീഴുന്ന പോലും. അപ്പം നന്ദുവിൻ്റെ മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നവീൻ ഇങ്ങനെ ഓരോന്നോരോന്ന് കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ നന്ദു പിടി കൊടുക്കാനായിട്ട് ഒരുക്കും ആയിരുന്നില്ല താനും. അപ്പം അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.